അത് കണ്ടുപിടിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ മുമ്പിൽ നിന്നുണ്ട്. അല്ലാതെ ചുമ്മാതെ ആവിയായിട്ട് പോകത്തില്ലല്ലോ. ഒരു വസ്തു ആവിയായിട്ട് പോകത്തില്ലല്ലോ. ആരെങ്കിലും എടുത്താൽ തിരിമറി നടത്താതെ ആ വസ്തു അവിടെ നിന്ന് ഇല്ലാതെയാകത്തില്ല. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നവരെന്തിനിരിക്കുക? പോറ്റി മാത്രം കൈയിട്ട് വരിക്കൊണ്ട് പോകാനാണെങ്കിൽ. ദൈവങ്ങളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരെ പോലും ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പം അപ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. പെണ്ണുങ്ങളും കയറണ്ട, ഈ കള്ളന്മാരെ ഒന്നും അവിടെ കയറ്റുകയും വേണ്ട. ഉണ്ണികൃഷ്ണനാണ് ഇതെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോയിട്ട് 4 ഉണ്ണികൃഷ്ണൻ ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ അച്ഛന് പേടിയാണ്, അമ്മയും പേടിയാണ്, നാട്ടുകാരും പേടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ കക്കാൻ നിൽക്കത്തില്ല. ആരും പേടിയില്ലാത്തവൻ കക്കാൻ നിൽക്കും. മായം ചേരാത്ത ഒരു സാധനം അങ്ങനെ ചെമ്പ് വളിയാകത്തില്ലല്ലോ. നമ്മളെല്ലാം സ്വർണ്ണം ഉപയോഗിക്കുന്നതല്ലേ. എല്ലാവരും മുകളിൽ ഇരിക്കുന്ന ഒരു കള്ളന്മാരാണെങ്കിൽ താഴെയുള്ളവരെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെയൊക്കെ കാശാണ് സാറേ, അല്ല ദേവസ്വം ബോർഡ് കൊണ്ടുപോയിട്ടേക്കണ കാശല്ല. നമ്മളൊക്കെ വിശ്വാസത്തിൻ്റെ പേരെ 100, 50, 500, 1000 കൊണ്ട് കൊടുക്കുന്ന കാശാണ് ഇവന്മാരിങ്ങനെ കട്ടും മൂട്ടിച്ച് മുടിപ്പിച്ചും തിന്നുന്നത്. കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിലെ തങ്കപ്പാളി വിഷയം ഭയങ്കര വിവാദമായിരിക്കുകയാണ്. അത് കത്തി നിൽക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ അഭിപ്രായം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന് ഇതുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ കണ്ടുപിടിച്ചെടുത്തോളും. അവരുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ ദോഷങ്ങൾ വന്നോളും. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. രാഷ്ട്രീയക്കാരാണെന്നുണ്ട്, മറ്റേ അതിൻ്റെ ദേവസ്വം ബോർഡിലെ ആൾക്കാരും എല്ലാവരും കൂട്ടുന്നതാണെന്നുണ്ട്. അപ്പോൾ ശരി വിവരം നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ മോഷണം പോയെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ചുമ്മാതെ ആവിയായിട്ട് പോകത്തില്ലല്ലോ. ഒരു വസ്തു ആവിയായിട്ട് പോകത്തില്ലല്ലോ. ആരെങ്കിലും എടുത്താൽ തിരിമറി നടത്താതെ ആ വസ്തു അവിടെ നിന്ന് ഇല്ലാതെയാകത്തില്ല. അപ്പോൾ അത് ആരെങ്കിലും എടുത്ത് ഇത് ആരെങ്കിലും തിരിമറി ചെയ്ത് എല്ലാവരും കൂടെ കൂടി കട്ടുപെറുക്കി എടുക്കാതെ തീരത്തില്ല. ഉറച്ച വിശ്വാസമുണ്ട്. അവരുടെ ആൾക്കാരല്ലേ ഇത് അന്വേഷിക്കുന്നത്. അവരുടെ ആൾക്കാർ അന്വേഷിക്കുന്നു, അവരുടെ ആൾക്കാർ കാര്യങ്ങൾ നടത്തുന്നു. പിന്നെ എങ്ങനെ? അല്ല, ഇത് കേന്ദ്ര ഏജൻസി വരണം, എന്നാലേ ഇത് നടക്കുകയുള്ളൂ, സത്യം പുറത്തു വരുള്ളൂ. അല്ല വരത്തില്ല, വെറുതെ പറയുന്നേ ഉള്ളൂ. ആരൊക്കെയാണെന്നൊക്കെ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. അപ്പം അത് ഞാനായിട്ട് വിളിച്ച് പറയുന്നില്ല, അതായിക്കോട്ടെ. ഇതിപ്പോൾ എല്ലാവരും അറിയാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒരു പോറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒരു പോറ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നവരെന്തിനിരിക്കുക? പോറ്റി മാത്രം കൈയിട്ട് വരിക്കൊണ്ട് പോകാനാണെങ്കിൽ ബാക്കിയുള്ളവരെന്നാ നോക്കിയിരിക്കുക അവിടെ? ഭഗവാന്റെ മുതലെടുത്തവർ അതുപോലെ അവിടെ തിരിച്ചു കൊടുക്കണം. ദൈവങ്ങളെ നമ്മളെല്ലാവരും വന്ദിക്കുന്നുണ്ട്. ദൈവങ്ങളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരെ പോലും ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പം അപ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം തന്നെയാണ് പറയണം. അതുപോലെ തന്നെ ആചാരങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് നടത്തുന്ന ആചാരങ്ങൾ, പെണ്ണുങ്ങൾ 50 വയസ്സിന് മേലോട്ടുള്ളവരും 10 വയസ്സിന് താഴോട്ടുള്ളവരെ കയറാവുള്ളൂ എന്നുള്ളത് 10, 18, 20 വയസ്സ് അവരെ കയറ്റിയത് നേരെ തെറ്റാ. അതും ശരിയല്ല. പിന്നെ എന്തിനാ ഈ ആചാരങ്ങൾ? എന്നാൽ പിന്നെ എല്ലാവർക്കും എവിടെയും കയറി നിറങ്ങാമല്ലോ. ആ ആചാരങ്ങളൊക്കെ മാറണം. അത് കയറരുതെന്ന് നിരോധിച്ചെടുത്ത് പിന്നെ കയറാൻ പാടില്ല. അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് സമമാണ്. അതുപോലെ ഇപ്പോൾ ഭഗവാന്റെ മുതലെടുത്ത പല സ്ഥലത്തുനിന്നും പല സാധനങ്ങളും പോകുന്നുണ്ട്. അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുകയും വേണം, ഇതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്നല്ല, നമ്മളാരും നേരിട്ട് കണ്ടില്ല, നമ്മൾ കേട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരും വ്യക്തികൾ പറയുന്നതല്ലേ. അത് ശരിയല്ലെങ്കിൽ പിന്നെ അത് പുറത്ത് വരികയല്ലോ. ശരിയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ഭഗവാനെ തിരിച്ചേൽപ്പിക്കണം. പോലീസ് നല്ലതാണെങ്കിൽ അതെല്ലാം കൊണ്ടുവരും. കുറ്റവാളികളൊക്കെ പുറത്ത് കൊണ്ടുവരണം. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊക്കെ തെറ്റാണ്. അതെല്ലാം മാറ്റി പഴയ രീതിയിൽ തന്നെ മാമൂലമായിട്ട് ദൈവങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചാൽ മതി. പെണ്ണുങ്ങളും കയറണ്ട, ഈ കള്ളന്മാരെ ഒന്നും അവിടെ കയറ്റുകയും വേണ്ട. ഇപ്പം ഞാൻ പോയാലും സാറ് പോയാലും ഈ മന്ത്രിമാർ പോയാലും എല്ലാ ഭഗവാൻ ഒരുപോലെയാണ്. ആര് പോയാലും ഇപ്പോൾ ഭഗവാനെ നിന്ദിക്കാനും ഭരിക്കാനും അങ്ങോട്ട് ആരും പോകണ്ട. ഭഗവാന്റെ മുതലും കക്കണ്ട. അവിടെ ഇരിക്കുന്ന മുതലുകളൊക്കെ ഭക്തജനങ്ങൾ കൊടുക്കുന്നതല്ല, അതേ മന്ത്രിമാരും അവിടെ കൊണ്ട് കൊടുക്കുന്നതല്ല. അത് ഭഗവാന് അവരുടെ സങ്കല്പം അനുസരിച്ച് അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവർ സമർപ്പിക്കുന്ന, അത് ഭഗവാന്റെ ആവശ്യത്തിനുള്ളതാണ്, മറ്റുള്ളവർക്ക് കട്ടുമുടിക്കാനുള്ളതല്ല. മന്ത്രിക്ക് പങ്കില്ലെങ്കിൽ മന്ത്രി അതിനോട് പ്രതികരിച്ച് ഭഗവാന്റെ മുതൽ തിരിച്ചു കൊടുപ്പിക്കണം ആരെടുത്തിട്ടുണ്ടെങ്കിലും. ഇതിനകത്ത് എല്ലാവർക്കും കൈയുണ്ടെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കാരണം ഇതിനകത്ത് ദേവസ്വംകാർക്കും പങ്കില്ലാതെ വരികയില്ല, പിന്നെ മന്ത്രിമാർക്കും പങ്കില്ലാതെ വരികയില്ല. അപ്പം ഇവരെല്ലാവരും അതിനകത്ത് തെറ്റുകാരാണ്. എല്ലാവരും ഇതിനകത്ത് തെറ്റുകാരാണ്. അത് കാരണം ഭക്തജനങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അത് അവർ തീരുമാനിക്കട്ടെ. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുതൽ തിരിച്ചു കൊടുക്കണം. 1 രൂപ പോലും ആരും എടുത്തോണ്ട് പോയി. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണിക്ക് വീഴുന്ന 1 രൂപയാണെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങളത് പെറുക്കി അവിടുന്ന് കാണിക്കൽ ഇടുകയുള്ളൂ. നമ്മൾ 1 രൂപ ഭഗവാനെ സമർപ്പിക്കും. ദൈവമേ നമുക്ക് അന്നത്തെ ആഹാരവും
മരുന്നും നമ്മുടെ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സങ്കല്പങ്ങളും അനുസരിച്ച് ഓരോരുത്തരും വഴിപാട് കൊടുക്കുന്നത്. അത് മറ്റുള്ളവർ കട്ടുമുടിക്കാൻ പാടില്ല. ഭഗവാന് അവിടെ പാളി സമർപ്പിച്ചത് ഇവരെന്തിനാണ് അതെടുത്ത് മാറ്റുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇവർ പുലരുട്ടാന്ന് നടത്തുക അല്ലെങ്കിൽ കൂടുതൽ ഇത് നടത്തുക, അതിന് പുറത്തോട്ട് ഇറക്കി ഒക്കെ ചെയ്താൽ മതി. ഭഗവാന്റെ കോവിലിനകത്ത് ഒന്നും ചെയ്യണ്ട, അതാ ഇരിക്കുന്ന പോലൊക്കെ ഇരുന്നാൽ മതി. ഭഗവാൻ അത്രയും സൗകര്യം പോലും വേണമെന്ന് നിർബന്ധമില്ല. ഭഗവാൻ അവിടെ വെറുതെ കാട്ടിലായിരുന്നത്. പിന്നെ ഇതൊക്കെ മനുഷ്യരായിട്ടൊക്കെ നിർമ്മിതമാക്കിയതാണ്. അതാ വെച്ച് സങ്കല്പിച്ച് അവിടെ വെച്ചിരുന്നവരൊക്കെ അതുപോലൊക്കെ തന്നെ ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ പ്രത്യേകിച്ച് ആരും ഇനി ആ സ്വർണ്ണപ്പാളികളൊന്നും മാറ്റണ്ട. അത് നന്നാക്കാൻ പറ്റുന്നവർ അത് നന്നാക്കി വെച്ചാൽ മതി, തേച്ച് മിനുക്കിയൊക്കെ വെച്ചാൽ മതി. അല്ലാതെ അത് എടുത്തു മാറ്റിയിട്ട് അവിടെ പുതിയതായിട്ട് അവരാരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ മോഷണം പോകത്തില്ല, അവിടുന്ന് എടുത്തോണ്ട് പോകുന്നത്. അത് മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ടത് നമ്മൾ 1-2 പേര് 3-4 പേര് ഇവിടുന്ന് ശ്രമിച്ച് ചെന്നാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന സാധനം അവിടുന്ന് പോകണമെങ്കിൽ മോഷണമല്ല, അത് ചൂണ്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ ചൂണ്ടിക്കൊണ്ട് പോയൊരു നിയമത്തിൻ്റെ മുന്നിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. നിയമത്തിന് മുന്നിൽ തീർച്ചയായിട്ടും വരും. ഇതിലും വലിയ കേസുകൾ വന്നിട്ടുള്ളൂ. പിന്നെ ഇതന്നെ വരായിരിക്കും. ഏറ്റുമാനൂരപ്പനെ കൊണ്ടുപോയിട്ട് നിമിഷ നേരം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? ഇവിടെ എവിടെയാണ് ഉള്ളത്? കോഴിക്കോട് കൊണ്ടുപോയ സാധനം അത് നിമിഷ നേരം കൊണ്ട് ഈ കേന്ദ്രനാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് വളരെ ഇതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും കൊണ്ടുവരും, ഒരുപാട് സംശയമില്ല. ഇപ്പം ഒരാളെ ചൂണ്ടിക്കാണിച്ച് അയാൾ തെറ്റുകാരനാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഉണ്ണികൃഷ്ണനാണ് ഇതെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോയിട്ട് 4 ഉണ്ണികൃഷ്ണൻ ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തക്കതായ ആൾക്കാർ കാണും അതിൻ്റെ പിൻബലം. തെളിയട്ടെ. ഇല്ല, മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് പുള്ളി ചെമ്പിനകത്ത് സ്വർണ്ണം കിടത്തി, ഖുറാനകത്ത് സ്വർണ്ണം കിടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വിവാദം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും തെളിയിച്ചത്? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചുമ്മാ മുഖ്യമന്ത്രിയെ ചുമ്മാ വഴിയാറിയിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു തെളിവ് വേണം. അല്ലാതെ ചുമ്മാ ഒരു മനുഷ്യനെ ഈ നാടിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. നമ്മൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലോ, എല്ലാ സഹാവ് പിണറായിയുടെ നിർദ്ദേശപ്രകാരമല്ലോ കോടതി അവിടെ ആളെ കയറ്റാനായിട്ട് തീരുമാനിച്ചത്. ആ കോടതിയുടെ വിധി വന്നതിന് ശേഷമല്ലേ അങ്ങനെ ആളെ കയറ്റാനായിട്ട് തീരുമാനിച്ചത്. അതിന് ജനങ്ങൾ എതിര് നിന്നു എന്നുള്ളത് ശരിയാണ്. ഒത്തിരി ജനങ്ങൾ എതിര് നിന്നു. അങ്ങനെ കയറ്റാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല. രോസിക്കിനെ ഒഴിച്ചേക്ക് നീണ്ടിട്ട് പോകുന്നതല്ലാതെ ഇത് അതിൻ്റെ കുറ്റക്കാരനെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ശബരിമലയിൽ നിന്ന് പോയതാണ്. ഒരാൾ അറിഞ്ഞുകൊണ്ട് ഇതൊന്നും പോകത്തില്ല അല്ലേ? ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ കണ്ണി കണ്ട കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വാദിക്കാം. പിന്നെ അറിയാൻ മേലാത്തടത്തോളം കാര്യം നമ്മളിപ്പോൾ തിരുമേനിയാണ് എടുത്തത്, ദേവസ്വം ബോർഡാണ് എടുത്തത്, ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മളത് കാണാത്ത കാര്യം നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ശബരിമല അയ്യപ്പന് ഈ പറയുന്ന പോലെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ആ സ്വാമിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ മതി. കൊടുത്ത് നല്ല വൃത്തിയായിട്ട് പരിപാലിച്ച് പോയാൽ അതിന് വേറെ ഈ സ്വർണ്ണപ്പാളിയൊന്നും വെക്കണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ സാമ്പത്തികം വരുമ്പോഴത്തേനെ ഒരു ഭംഗിക്ക് നമ്മൾ ചെയ്യുന്നല്ലേ. അപ്പോൾ ഇത് ചെറിയ ഇപ്പോൾ ഏറ്റുമാനാണെങ്കിലും സ്വർണ്ണപ്പാളി പൊതിയുന്നു, അത് വരുമാനം ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല, പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം വിശ്വാസമാണ് അല്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, നമ്മൾക്ക് മനസ്സിലൊരു വിശ്വാസം ഉണ്ടോ പോകുന്നത് ഇല്ല. വിശ്വാസം ഇല്ലാത്തവർ ആ വഴിക്ക് വിട്ടേക്കുന്നേ. അതിനകത്ത് ഈ ക്ഷേത്രത്തിലോട്ടോ പള്ളിയിലോട്ടോ ഇങ്ങനെ നിരീശ്വരവാദിയെ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശബരിമല വിഷയത്തിൽ അന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് വെച്ച് എന്തെല്ലാം കാണിച്ച്, അതിനോടൊന്നും നമ്മൾ യോജിക്കത്തില്ല. അത് ആര് ചെയ്താലും അത് തെറ്റാണ്. നിരീശ്വരവാദി അവരുടെ വഴിക്ക് പോട്ടെ, വിശ്വാസമുള്ളവർ ആ വഴിക്ക് പോട്ടെ. അവിടെ ജീവിക്കുന്ന ആൾക്കാരും പോക്കൃത്തരം തെമ്മാടിത്തരമല്ല കാണിക്കുന്നത്. നമ്മൾ വിശ്വാസികൾ കാശെടുത്ത് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുമോ? ആർക്കും ഇഷ്ടപ്പെടത്തില്ല. നമ്മളുണ്ടാക്കുന്ന കാശ് വിശ്വാസത്തിൻ്റെ വരെ അയ്യപ്പനെ ഏൽപ്പിക്കുന്ന, അവിടെ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് അവിശ്വാസത്തിന് വേണ്ടി അല്ല കട്ടുവരാൻ കൊടുക്കുന്നതല്ല. എത്രയോ ആൾക്കാർ എൻ്റെ കയ്യിട്ട് വരി. എനിക്കവിടെ ഇഷ്ടം പോലെ ഒരു 5-8 വർഷം കടയുണ്ടായിരുന്നു ശബരിമലയിൽ. അന്നത്തെ ഒരു നിലപാടല്ല ഇപ്പോൾ. അന്ന് അവിടെ വലിയ ബിൽഡിങ്ങോ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. പണ്ടത്തെ ഭസ്മക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല അമ്പലത്തിൻ്റെ തെക്കോട്ടത്തായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റി അത് വലിയ രീതിയിലാക്കി അവരുടെ നല്ല രീതിയിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു സെറ്റപ്പാക്കി കൊണ്ടുവരികയാണ്. അതല്ല ശബരിമല എന്ന് പറയുന്നത്. ശബരിമല കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ശാസ്താവ് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്ത ഒരു അമ്പലമാണത്. അത് വിട്ടുമാറി ഇപ്പോൾ അവിടെ കാണിക്കുന്ന എപ്പോഴും ബിൽഡിങ്ങുകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒരു കച്ചവട സ്ഥാപനമായിട്ട് മാറിയിരിക്കുക. അത് നമ്മുടെ വിശ്വാസത്തിനൊന്നുമല്ല. ഇപ്പോൾ ഈ അമ്പലം തന്നെ ഉള്ളിൽ ഒരു പണി ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അത് ആ പഴമ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന നേരത്താണ് നമുക്ക് മനസ്സിന് വിശ്വാസം വരുന്നത്. പുതുമയല്ല നമുക്ക് പഴമയെന്ന് വെച്ചാൽ പഴയ ശബരിമല എങ്ങനെയായിരുന്നു ആ രീതി നിലത്തിൽ കൊണ്ടുപോകുന്ന നേരത്ത് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനും വിശ്വസിക്കാനും തൊഴാനും ഒരു
പ്രത്യേക ഒരു ആംബിയൻസ്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ മൊത്തം ബിസിനസ്സാണ്. സർക്കാരിന് ഏത് രീതിയിൽ നമുക്ക് അമ്പലമായാലും പള്ളിയായാലും ഏത് രീതിയിൽ പള്ളിയിൽ കൈയിട്ട് വരാൻ സമ്മതിക്കത്തില്ല, അത് വേറെ ഭരണമാണ്. ദേവസ്വം ബോർഡ് എന്നുള്ള രീതിയിൽ എന്തുമാത്രം ലക്ഷങ്ങൾ അവിടെ നിന്ന് വരുമാനം കിട്ടാൻ പറ്റും എന്നുള്ള വഴിയാണ് അവർ നോക്കുന്നത്. അത് എല്ലാ ദേവസ്വം ബോർഡിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വടക്കൊരു അമ്പലത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായില്ല. ഇവിടെ അല്ലേ തൃപ്പൂണിത്തറ അമ്പലത്തിൽ അത് വിഷയങ്ങൾ വരും. അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിലൊക്കെ. അത് കല്ല് കാണാനില്ലെന്ന്, അത് കാണാനില്ല, ഇത് അതെല്ലായിടത്തും ദിവസം. ഇത് സാധാരണക്കാർ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ അവർ കൈയിട്ട് വരും, അല്ലെങ്കിൽ അവർക്കനുസരിച്ച് ശമ്പളം കൊടുക്കണം. ശമ്പളം കൊടുക്കുകയാണെങ്കിൽ കൈയിട്ട് വരെ നിൽക്കും. ഇപ്പോൾ സാറിന് ഈ ബിസിനസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? സാറിന് ജീവിക്കാനുള്ള കാശ് കിട്ടിയില്ലെങ്കിൽ സൈഡ് വർക്ക് നോക്കും. സാറിൻ്റെ സൈഡ് വർക്ക് ഇങ്ങനെ കൈയിട്ട് വരാൻ പറ്റുന്നൊരവസ്ഥയിലുള്ള സൈഡ് വർക്കാണെങ്കിൽ സാർ കൈയിട്ട് വരും. അത് എന്തുകൊണ്ടാണ്? അയൽക്കൊത്തുകാരൻ നല്ലോണം ജീവിക്കാൻ നേരത്ത് BMW കാരും കാറും മേടിക്കാൻ നേരത്ത് അവനും എൻ്റെ മക്കൾക്കും ആഗ്രഹം നല്ല രീതിയിൽ നടക്കണം. നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അളവും ഇല്ലാത്തടത്ത് കാശ് വരാൻ നേരത്ത് കൈയിട്ട് വരും. അത് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നിയന്ത്രിക്കാനും ശക്തമായി നേരിടാനും നല്ലൊരു ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ കക്കാൻ നിൽക്കുക. എനിക്ക് എൻ്റെ അച്ഛന് പേടിയാണ്, അമ്മയും പേടിയാണ്, നാട്ടുകാരും പേടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ കക്കാൻ നിൽക്കത്തില്ല. ആരും പേടിയില്ലാത്തവൻ കക്കാൻ നിൽക്കും. കക്കാൻ നിൽക്കണവരും മറ്റേ അച്ഛൻ കൂട്ടി നിൽക്കുകയാണെങ്കിൽ അച്ഛന് സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അച്ഛൻ ചോദിക്കൂല എവിടെ നിന്നാണ് വന്നെ എന്നുള്ളത്. അച്ഛനും കള്ളനാണെങ്കിൽ എല്ലാവരും മുട്ടിക്കാൻ നിൽക്കും. അതാണിപ്പോൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്കപ്പാളി മോഷണം പോയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാനവിടെ വർഷങ്ങളോളം നിന്നായിരുന്നു. പണ്ടത്തെ ചെമ്പുപാളിയായിരുന്നു. ചെമ്പുപാളി എന്ന് വെച്ചാൽ ഒരു സ്വർണം പൂശി ഒരിക്കലും ഒരു കറ സംഭവിക്കാനോ കേടുപാടുകളോ മിങ്ങളൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം അതെല്ലാം സംഭവിച്ചില്ല. ആ സ്വർണം പൂച്ച സാറിന് ഇപ്പോൾ ഇതൊരു സ്വർണ്ണമാണ്. ഈ സ്വർണ്ണത്തിന് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു ചെമ്പുപാളി ചെമ്പിൻ്റെ കളർ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മായം ചേർന്നായിരിക്കും. മായം ചേരാത്ത ഒരു സാധനം അങ്ങനെ ചെമ്പുപാളി ആകത്തില്ലല്ലോ. നമ്മളെല്ലാം സ്വർണ്ണം ഉപയോഗിക്കുന്നതല്ലേ. സ്വർണ്ണം ഉപയോഗിച്ച് ഒരിക്കലും ഒരെണ്ണം ഒരു അങ്ങനെ മങ്ങൽ വരത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. ആ വിഷയം 100% മോഷണം തന്നെയാണെന്നുള്ളത് 100% വ്യക്തമാണ്. അതിൽ യാതൊരുവിധ മാറ്റമില്ല. അത് ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ്. നടപടി എടുക്കാൻ പറ്റത്തില്ല. വെച്ചാൽ എല്ലാവരും മുകളിലിരിക്കുന്ന ഒരു കള്ളന്മാരാണെങ്കിൽ താഴെയുള്ളവരെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തന്നെ നമ്മുടെ ഒരു കളക്ടറാണ് ഇവിടെ എങ്ങാണ്ട് തല്ലുകൊണ്ട് മരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഗവൺമെൻറ് മൊത്തം അയാളുടെ കൂട്ടത്തിലാണ്. ഞങ്ങളെല്ലാം അയാൾക്ക് വേണ്ടി എല്ലാ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്താണ് ആ വിഷയം? ആ വീട്ടുകാർ ഒറ്റയ്ക്ക് കേസ് നടത്തേണ്ട ഇതിൽ വന്നിരിക്കും. ഇതിങ്ങനെ ഇപ്പോൾ ആ ഒരു വിഷയം വരാൻ നേരത്ത് കുറേ ആളിക്കത്തും, കുറച്ച് കഴിയാൻ നേരത്ത് ആ വിഷയങ്ങൾ തള്ളിപ്പോവും. അത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ നിമിഷവും പുതിയ കാരണങ്ങൾ വരാൻ നേരത്ത് മലയാളികൾ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. അതല്ല, ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ നേരത്തെ തീരുമാനം ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ആൾക്കാരും അതിൻ്റെ പുറകിൽ വേണം. അതല്ലെങ്കിൽ ഇനി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ മദ്യവിരുന്നുണ്ടായപ്പോൾ ചാരായൊന്നും ഉണ്ടായിരുന്നു. അന്ന് 300 ആൾക്കാർ മരിച്ചപ്പോഴും ചാരായം നിർത്തി. അത് ശക്തമായ തീരുമാനം. ഇപ്പോൾ മദ്യം വിൽക്കുന്നുണ്ട്, കഞ്ചാവ് ഉണ്ട്, MD എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊന്നും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ശിക്ഷയെ ആരും ഒന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. കൃത്യമായിട്ട് ശിക്ഷ കൂടി. ഇപ്പോൾ സാറ് ഒരു കുറ്റം ചെയ്തു. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ ശിക്ഷ എന്നത് പരസ്യമായിട്ടാണ് ആൾക്കാരെ ശിക്ഷിക്കുന്നത്. അതൊരു നമുക്ക് 10 അടി, അന്യരാജ്യക്കാരൻ 10 അടി കിട്ടുകയാണെങ്കിൽ ആ നാട്ടുകാരന് 20 അടിയെ കൊടുക്കണം. ശിക്ഷ കർശനമാണ്. ആ ശിക്ഷയെന്ന് മാറ്റാം. ഇങ്ങനെയുള്ള ശിക്ഷ കേരളത്തിൽ നടപ്പാക്കണം. രാജ്യഭരണമല്ല, ഞാൻ അങ്ങനെ ശിക്ഷകൾ, നിയമങ്ങൾ. ഇപ്പോൾ രാഷ്ട്രീയം നോക്കാണ്ട് ഞാൻ BJP കാരനോ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ അങ്ങനെ അവർ ഇത് നോക്കാണ്ട് ശക്തമായിട്ടുള്ള തീരുമാനം സർക്കാരോ കേന്ദ്ര സർക്കാർ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മോഷണങ്ങൾ കേരളത്തിൽ നടക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാശാണ് സാറേ. അല്ല ദേവസ്വം ബോർഡ് കൊണ്ടുപോയിട്ടേക്കണ കാശല്ല. നമ്മളൊക്കെ വിശ്വാസത്തിൻ്റെ പേര് 100, 50, 500, 1000 കൊണ്ട് കൊടുക്കുന്ന കാശാണ് ഇവന്മാരിങ്ങനെ കട്ടും മുട്ടിച്ചും മുടിപ്പിച്ചും തിന്നുന്നത്. അത് നിർത്തേണ്ടത്. ആ കാശ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ കാടാമ്പ ക്ഷേത്രത്തിൽ കിട്ടുന്ന നടവരുമാനം എന്താ ചെയ്യുന്നത്? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. സാറിനറിയില്ലേ? ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പോകുന്ന നേരത്തെ ഇതിന് വേണ്ടി പ്രത്യേകം അതിന് അമ്പലത്തിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സംഭാവന കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവർ ദാനമായി ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് ഓരോ രോഗികൾക്കും. ക്യാൻസർ ചികിത്സ, മരുന്ന്, എല്ലാ കാര്യങ്ങളും ഫ്രീ. അങ്ങനെയുള്ള കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ വീട് വെച്ച് വിടും അമ്പലത്തിന്. ഇപ്പോൾ അങ്ങനെ പള്ളികൾക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ എന്താ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശ്വാസങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം വരും. നല്ല കാര്യങ്ങൾ. ദൈവത്തിന് കാശ് വേണ്ട. ദൈവം കാശ് വേണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് കാശ് തന്നെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചെയ്യുന്നത് അവിടെ പുരോഗമന പ്രവർത്തനങ്ങൾ അവിടെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭക്തങ്ങൾക്ക് കൊടുക്കുന്ന വഴിപാടാണ്. ആ വഴിപാടാണ് ഇങ്ങനെയുള്ള കള്ളന്മാർ തിന്ന് മുടിപ്പിക്കുന്നത്. പക്ഷേ അവന്മാരും ഒതകത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിന് സാർ അധ്വാനിക്കാത്ത കാശ് സാറിൻ്റെ പോക്കറ്റ് ഉണ്ടെങ്കിൽ 1 രൂപ കിട്ടിയാണെങ്കിൽ 10 രൂപ ആയിട്ടത് നശിക്കും എന്നുള്ളൊരു 100% ഗ്യാരണ്ടിയാണ്. ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിന് ഉറപ്പൊന്നുമില്ല സാർ. അങ്ങനെയാണെങ്കിൽ പണ്ട് ഇനി മാത്രം കുറ്റവാളികൾ. സാറിൻ്റെ ഓർമ്മയിൽ എത്ര കുറ്റവാളികളുണ്ട്? ഇപ്പം നമ്മുടെ 56 വെട്ടി ആൾക്കാർ സാർ കണ്ടില്ല കഴിഞ്ഞ ദിവസം കോടതിയിൽ എന്താ കാണിച്ചത്? പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് പരസ്യമായിട്ട് മദ്യപിക്കുന്നത്.
സാറ് മീഡിയയിൽ കാണുന്നില്ലേ ഇതൊക്കെ പരസ്യമായിട്ട്. ഇപ്പം ഞാനാ സാറ് ഒരു കുറ്റം ചെയ്യാൻ എന്തായിരിക്കും ഇഷ്ടം? നമ്മളൊക്കെ ഇപ്പോൾ സാധാരണ ആൾക്കാരാണ്, നമ്മളെ കൊണ്ട് ഇടിക്കാനുള്ള ഇടി മാക്സിമം ഇടിക്കും. സാറിന് ഒരു VIP ഒരു LC സെക്രട്ടറി ഒരു BJPയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ആരെങ്കിലും ആണെങ്കിൽ സാറേന്ന് പറഞ്ഞ് കസരയിട്ട് കൊടുക്കിയിരിക്കും. എപ്പോഴും പൊതുസമൂഹം സാധാരണക്കാരന് താഴെ കിടക്കണവനാണ്, അവനൊരിക്കലും ഒരു ഉയർച്ച കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ രാഷ്ട്രീയ ലെവലിലോട്ട് പോകണം. രാഷ്ട്രീയ ലെവലിലോട്ട് പോയാൽ ഇപ്പോൾ കള്ളത്തരം കാണിച്ചാലും മോഷണം കാണിച്ചാലും സാറെന്ന് വിളിക്കാൻ ആൾ കാണും. സാധാരണക്കാരന് ഒരിക്കലും ഒരു സമൂഹത്തിൽ നല്ലൊരു ജീവിതം കിട്ടത്തില്ല, അത് ഉറപ്പാണ്. ഇതിൽ ആരാ ഉത്തരവാദികളെന്ന് തോന്നുന്നത്? ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ, ഉദ്യോഗസ്ഥരാണോ, രാഷ്ട്രീയക്കാരാണോ? രാഷ്ട്രീയമാണല്ലോ മെയിൻ. ഇപ്പോൾ സാറിപ്പോൾ കള്ളത്തരം കാണുന്നുണ്ടെങ്കിൽ സാറിൻ്റെ പുറകിൽ ആൾ കാണുമല്ലോ. സാറിപ്പോൾ ഒരു കള്ളത്തരം കാണിക്കണം, സാറിൻ്റെ പുറകെ എനിക്കാലും വലിയ ആൾക്കാരുണ്ടെങ്കിൽ സാറ് കള്ളത്തരം കാണിക്കാനുള്ള ധൈര്യം കിട്ടുള്ളൂ. അല്ലാണ്ട് സാറിന് ധൈര്യം കിട്ടും. ഇപ്പോൾ സാറിനെ തല്ലണം, ഒറ്റയ്ക്കൊന്നും സാറിനെ തല്ലുക. സാറിൻ്റെ പുറകെ 5 പേരുണ്ടെങ്കിൽ അതുമായി പിടി സാമ്പത്തിക ശേഷിയും മോളി പിടിപാടുള്ള ആൾക്കാരാണെങ്കിൽ സാർ തല്ലിയിട്ടേ പോകുള്ളൂ. സാർ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ എന്നെ തൊടത്തില്ല എന്ന് വെച്ചാൽ സാറിന് അറിയാം എന്നെ തല്ലിയ ഞാൻ തല്ലൂ എന്നുള്ളത്. അങ്ങനെ പുറകെ പിൻബലം ഇല്ലാണ്ട് ഒരു ശക്തിക്ക് ഇങ്ങനെയുള്ള മോഷണങ്ങളൊന്നും ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി പങ്കുണ്ടെന്ന് വെച്ചാൽ പുള്ളി ശക്തമായിട്ട് നിലപാടൊന്നും പറയുന്നില്ലല്ലോ. ഒരു മോഷണം നടത്തി, ഇങ്ങനെ പ്രശ്നം നടത്തി, അത് നമുക്ക് ശക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം, എടുത്തേ പറ്റൂ എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ ഇതുവരെ അങ്ങനെ നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണ് ഇത് ശബരിമല മോഷണം നടന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിലൊരു അന്വേഷണം നടത്തണം എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഇത് ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങൾ നടക്കാൻ നേരത്തെ ഒരിക്കലും ഉണ്ടാകത്തില്ല, ആ പ്രശ്നം അവിടെ വെച്ച് തീരും. മുഖ്യമന്ത്രിയുടെ വാക്കെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒന്നാമനാളല്ലേ, ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നല്ല വാക്ക് പറയണം. എന്ന് വെച്ചാൽ നമ്മുടെ പൊതുമുതലാണ്, നാട്ടുകാരുടെ മുതലാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും കൊണ്ടുവന്ന മുതൽ കൊണ്ടാണ് നമ്മൾ ശബരിമല ഇത്രയും വികസനം വന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മുതലുകൾ നശിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാട് എടുത്തിരിക്കും എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ എനിക്ക് ആരും മോട്ടിക്കാൻ നിൽക്കത്തില്ല. ഇപ്പോൾ നമ്മൾ നിരീശ്വരവാദികളൊക്കെ പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മോഷണത്തെയൊക്കെ ഈ വസ്തു മോഷ്ടിക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചുകൂടാ എന്ന്. യെസ്, ഈ അമ്പലം എന്ന് പറയുന്നത് ഭക്തർക്ക് കൂടാൻ വേണ്ടിയല്ല, അമ്പലത്തിന് വഴിപാട് നടത്തുന്ന ദൈവത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു മനസ്സിൻ്റെ വിശ്വാസത്തിനെ അർപ്പിക്കണം. ഇപ്പോൾ ഞാൻ സാറിൻ്റെ മനസ്സിനെ വിശ്വസിക്കുന്നു, ആ സാറിനെ ചതിക്കരുന്നുള്ള വിശ്വാസം. പിന്നെ നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകളെല്ലാം മോശമോ സങ്കടങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നേരെ തൊഴുത് പറയാം. അന്നേരം ആ ഒരു വ്യക്തിയോട് നമുക്കൊരു രണ്ടാമത്തെ ഒരാളുടെ ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത ആളെ നമ്മൾ തേടുന്നത് ദൈവത്തിനെയാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ നേരം നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. അതിനൊരു വേദിയാണ് അമ്പലം. പിന്നെ അമ്പലം എന്നുകൊണ്ട് നമ്മളൊരു ഉത്സവം നടക്കാൻ നേരത്ത് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടാനും സന്തോഷിക്കാനും ഒരു അവസരം. അല്ലാണ്ട് അമ്പലത്തിൽ പോയി ഇതെടുത്ത വലിയ പുണ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നു. കിട്ടണ ഇതാണ്, നമുക്ക് 10 പേര് കൂടി എല്ലായിടത്തും കൂടി നടന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോകണം, ഫാമിലിയായിട്ട് പോകുന്നത് പുറത്തോട്ട് ഒരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് പുറത്തോട്ട് അവിടെ നിന്ന് പുറത്ത് പോകുന്നത് നമുക്ക് പ്രത്യേക ഒരു ആംബിയൻസ് സന്തോഷം കിട്ടും. അല്ല അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ലോട്ടറി അടിക്കാനോ അസുഖം മാറാനോ ഒന്നും, അത് അതിനായിട്ടുള്ള വഴികളുണ്ട്, ആ രീതിയിൽ പോകണം. അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തർക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്, ആ ഒരു വേദിയാണ് അമ്പലം. ഞാനിപ്പോൾ അമ്പലത്തിന് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ആ പൈസ. ഞാനിപ്പോൾ സാറിന് വേണ്ടി ഒരു ഊണ് മേടിക്കാൻ ഒരു 100 രൂപ തരും, അത് ഊണ് മേടിക്കാനാണ് തരുന്നത്, അത് മറ്റുള്ള കാര്യങ്ങൾക്കല്ല തന്നെ. അത് അങ്ങനെ ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ തങ്കപ്പാഴി പൊയ്യാൻ വേണ്ടിയിട്ടുള്ള കാശും എൻ്റെ സ്വർണ്ണം. ആ സ്വർണ്ണമാണ് ഇവർ അടിച്ചു മാറ്റിയേക്കണം, അല്ല ദേവസ്വം ബോർഡിൻ്റെ കാശൊന്നും അല്ലത്. അല്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭക്തന് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നേരത്തെ അതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാറിന് ഞാൻ പറഞ്ഞു, സാറിന് ഒരു ഊണ് മേടിക്കാനും 100 രൂപ സാറ് ഊണിനൊക്കെ കഴിക്കുന്നത്. അതുപോലെയാണ് ഒരു ഭക്തൻ സമർപ്പിച്ചത്, തങ്കപ്പാളി പണിയാൻ വേണ്ടിയിട്ട് എൻ്റെ രീതിയിൽ ഞാൻ പണി തന്നോളാം എന്ന് പറഞ്ഞ് ഭക്തൻ സമർപ്പിക്കണം. അത് അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും അമർത്തുക.